ഒരു ഫ്ലക്ച്വേഷൻ ലൈഫിൽ വന്നിട്ടുണ്ട്. അതായത് സ്കൂൾ ടൈമിലും എന്റെ കോളേജ് ടൈമിലും ഭയങ്കര ഫൺ ടൈപ്പ് ആയിരുന്നു. ഫ്രണ്ട്സ് ഗ്യാങ് അടിച്ച് കൊടുത്ത് വേണം തല്ലിപ്പൊളി തന്നെ. ഒരു ഘട്ടം കഴിഞ്ഞപ്പം മേ ബി മെച്യൂരിറ്റി എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അല്ല മെച്യൂരിറ്റി ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ഭയങ്കര ഡെഫിനിഷൻ കിട്ടും. മെച്യൂരിറ്റി മീൻസ് മെച്യൂരിറ്റി ഈസ് ഓൾ അബൌട്ട് ലൂസിങ് യുവർ ഇന്നസെൻസ്. അങ്ങനെയില്ല. ഐ നോ ദാറ്റ് ഇസ് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. അങ്ങനെയൊന്നുമില്ല. ദാറ്റ് ഇസ് ജസ്റ്റ് എ വെരി ഒരു ഫ്രേസ്ഫുൾ ലൈൻസ് മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. വാട്ട് ഐ മെന്റ് വാസ് നമ്മുടെ ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസസ് വരും. യു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. പലതരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. സോ എന്റെ ലൈഫിൽ അങ്ങനെ കുറെ പേരെ കണ്ടുമുട്ടി. അപ്പം ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടൊരു വ്യക്തിയായിരുന്നു. എന്റെ പ്രീവിയസ് ഇന്റർവ്യൂസ് കണ്ട് അറിയാം. എന്റെ ഹിസ്റ്ററി മൊത്തം ഒരു ഇന്റർവ്യൂവിൽ കിട്ടും. ഞാൻ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. സോ അത്ര ഓപ്പൺ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വാട്ട് ഹാപ്പൻസ്, പീപ്പിൾ നോ മൈ വീക്ക് പോയിന്റ്സ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് വിഷമം വരും. അപ്പൊ നീ തുറന്നു പറഞ്ഞ് നമുക്ക് തന്നെ പണി മേടിക്കുക. ഇതായിരുന്നു എന്റെ പരിപാടി. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിൽ ഒരു വിഷമം പറ്റിയിട്ടുണ്ട്. വേറെ ഇമോഷണലി ഒത്തിരി ബിട്രയൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് വന്നപ്പം ഐ സ്റ്റാർട്ടഡ് ക്ലോസിങ് മൈസെൽഫ്. സോ ഇപ്പം എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഹാങ് ഔട്ട് ഉണ്ടോ? ഇല്ല. എന്റെ പ്രൊഫൈൽ കണ്ടാ അറിയാം. നോ ഹാങ് ഔട്ട്സ്. മേ ബി 1 or 2, അത് 6 മാസം കൂടുമ്പോൾ ഒരു തവണ എന്റെ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്സിനെ കാണും. അല്ലാതെ നോ ഹാങ് ഔട്ട്സ്. പാർട്ടികൾക്ക് ഞാൻ ജീവിതത്തിൽ പോവാറില്ല. പോയതൊക്കെ എന്റെ മോഡലിംഗ് ടൈമിലായിരുന്നു. പക്ഷെ പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാലും യു ക്യാൻ സീ മീ സിറ്റിംഗ് ഇൻ ദ കോർണർ. മറ്റുള്ളവരെ നോക്കിയിരിക്കലാണ് എന്റെ പണി. അങ്ങനത്തെ ഒരു ഇൻട്രോവേർട്ട് മൈൻഡ് സെറ്റിലേക്ക് കുറെയൊക്കെ മാറി. ദാറ്റ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് മീ. ചിലവരും പറയും അങ്ങനെ ആവരുത് എന്നുള്ളത്. But that is helping me. I am having peace of mind. Okay. Appo what do you do? I read. You read. I love what are you reading right now? എനിക്ക് സെൽഫ് ഹെൽപ്പ് ബുക്സ് ആണ് ഭയങ്കര ഇഷ്ടം. I want to become a public speaker. Wow. അതൊരു പബ്ലിക്കിനെ ഇൻസ്പയർ ചെയ്യാനും ഇൻസ്പയറിംഗ് അല്ല. എന്റെ റോൾ മോഡൽസ് ആയിട്ട് ഞാൻ കാണുന്ന തോന്നുന്നു 2-3 പേരുണ്ട്. വൺ ഇസ് ഓപ്ര വിൻഫ്രേ, വൺ ഇസ് സ്റ്റീവ് ഹാർവി. എനിക്ക് ഇവരുടെയൊക്കെ വീഡിയോസ് ഞാൻ എന്റെ അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനാന്ന് പറഞ്ഞാൽ വെൻ ഐ ഫീൽ ലോ, എല്ലാവർക്കും ലോ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. നമുക്ക് വിഷമം വരും, എല്ലാവർക്കും വരുന്ന. എനിക്ക് അങ്ങനെ വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് മോട്ടിവേഷൻ കിട്ടും. അപ്പം ഞാൻ ഓർത്തിരിക്കുന്നത് അതുപോലെ മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാൻ പറ്റിയ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. അപ്പം എന്റെ മനസ്സിൽ അതൊക്കെ ആഗ്രഹം, അങ്ങനത്തെ ആഗ്രഹങ്ങളാണ് എന്റെ മനസ്സിൽ. സോ മൂവിങ് ഓൺ. അപ്പൊ അങ്ങനെ മൂവീസിൽ ഇപ്പം പറഞ്ഞ പോലെ മൂവീസിൽ സജീവമായി, മൂവീസ് ആ പ്രൊഫഷനെ വളരെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. സോ ലെറ്റ്സ് മൂവ് ടു ദ ലേറ്റസ്റ്റ് മൂവി. പറയൂ, മീൻസ് യു ബ്രേക്ക് ദ എക്സൈറ്റ്മെന്റ്. തീർപ്പ്. യെസ്, ഒരു തീർപ്പാവുന്നു. അപ്പൊ തീർപ്പിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറയൂ. എങ്ങനെയാണ്, ഹൗ ഇസ് ദ മൂവി, ആരാണ് ലീഡ് ചെയ്യുന്നത്? അതിന്റെ യു നോ അബൌട്ട് ദ ക്രൂ, റൈറ്റ്? അപ്പം ഫസ്റ്റ് ലുക്ക് അതിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ മേജർ സ്റ്റാർ കാസ്റ്റ് ആണ്. സോ ഐ ആം ദ വൺ ഹൂസ് എക്സൈറ്റഡ് ബിക്കോസ് എനിക്ക് ഇത്രയും പേരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക, അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുക. പിന്നെ യു നോ ഫ്രൈഡേ ഫിലിംസ്, പിന്നെ യു ഹാവ് ദ ലീഡ് കാസ്റ്റ് എന്ന് വെച്ചാൽ പൃഥ്വിരാജ് സാർ, ഇന്ദ്രജിത് സാർ, സൈജു കുറുപ്പ് സാർ, പിന്നെ വിജയ് ബാബു സാർ.